ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആദി. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ആർട്ട് സീരീസിനെ കുറിച്ചാണ്. അതായത് ഡിജിറ്റൽ ആർട്ട് എങ്ങനെ ഫോട്ടോഷോപ്പിൽ ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയൽസാണ് ഇനി ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോസ് കാണാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരുപാട് പേര് മൊബൈലിൽ ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവും, ഡിജിറ്റൽ ആർട്ട് ചെയ്യുന്നവരുണ്ടാവും. അതുപോലെ തന്നെ സിസ്റ്റവും ലാപ്പൊക്കെ ഉണ്ടായിട്ടും ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറിലോ ഡിജിറ്റൽ ആർട്ട് ചെയ്യാനുള്ള പേടി അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസിലൂടെ നമുക്കതൊക്കെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഫോട്ടോഷോപ്പിൽ വളരെ നന്നായിട്ട് വരയ്ക്കാൻ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിനി എന്നെക്കുറിച്ച് പറയാം. എൻ്റെ പേര് ആദിൽ, തൃശ്ശൂരാണ് വീട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരു ഫ്രീലാൻസ് ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതുകൂടാതെ 1-2 ആപ്ലിക്കേഷനിലേക്ക് ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ ആർട്ട് ട്യൂട്ടോറിയൽസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനലിലും ട്യൂട്ടോറിയൽസ് ഇട്ട് വരുന്നുണ്ട്. കൂടാതെ ഫിലിം പ്രൊമോഷൻ വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു ഫിലിം സ്റ്റുഡൻറ്റ് കൂടിയാണ്. അപ്പോൾ ഏകദേശം ചെറുപ്പം മുതലേ വരയ്ക്കുമെങ്കിലും ഒരു 10 വർഷമായിട്ട് ആർട്ടിനെ സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയിട്ട് ആർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പോൾ ഞാൻ +2 ശേഷം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ചെയ്തു. അതിനുശേഷം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം വർക്ക് ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ആർട്ടിലേക്ക് തിരിയണം എന്ന് തോന്നിയപ്പോൾ, അല്ലെങ്കിൽ മീഡിയ ഡിസൈൻ എല്ലാമൊക്കെ ആയിരുന്നു എനിക്ക് താല്പര്യം. സോ ഞാൻ അതിലേക്ക് തിരിയണം എന്നാഗ്രഹിച്ചപ്പോൾ ഞാൻ ആ ജോബ് റിസൈൻ ചെയ്യുകയും ഡിജിറ്റൽ ഫിലിം പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു ഡിഗ്രി അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയും ചെയ്തു. ഇപ്പോൾ ഞാനൊരു ഫിലിം സ്റ്റുഡൻ്റാണ്, അല്ലെങ്കിൽ ഫിലിം പ്രൊഡക്ഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഫ്രീലാൻസായിട്ട് ആർട്ട് വർക്ക്സ്, ട്യൂട്ടോറിയൽസ്, അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ ഈ കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു സീരീസിനെ കുറിച്ച് പറയാം. ഇതൊരു കോഴ്സ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ തികച്ചും ഫ്രീ ആയിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അല്ലെങ്കിൽ എൻ്റെ മറ്റ് വാട്സപ്പ് ക്ലാസ്സുകളിലൂടെ അല്ലെങ്കിൽ ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആയിരിക്കും. സോ നമ്മൾ ഈ ഒരു കോഴ്സിൻ്റെ ഒരു ടോട്ടലി എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം ബേസിക്സ്, അതായത് ഡിജിറ്റൽ ആർട്ടിൻ്റെ ബേസിക്സ് മുതൽ നിങ്ങൾ എങ്ങനെ ഒരു പോർട്രേറ്റ് വരയ്ക്കാം. ഇപ്പോൾ പോർട്രേറ്റ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്ലൈൻ മുതൽ എങ്ങനെ വരയ്ക്കാം, ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ്, ഏത് ബ്രഷസാണ് യൂസ് ചെയ്യുന്നത്, ഔട്ട്ലൈൻ നല്ല ഭംഗിയിൽ വരയ്ക്കാം. നിങ്ങൾക്കറിയാം, ഒരു ചിത്രത്തിൻ്റെ പൂർണ്ണത വരണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഔട്ട്ലൈൻ ബെറ്ററായിട്ട് വരണം. അപ്പോൾ ഔട്ട്ലൈൻ എങ്ങനെ വരയ്ക്കാം, സ്കിൻ എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ഹെയർസ് എങ്ങനെ വരയ്ക്കാം, അങ്ങനെ ഒരുപാട് ക്ലോത്ത് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരു പോർട്രേറ്റിൽ ഉണ്ടാകുന്ന എല്ലാ എലമെൻറ്റ്സും നമ്മൾ കവർ ചെയ്ത് പോവും. വളരെ സിമ്പിളായിട്ട് ഓരോ എപ്പിസോഡായിട്ടാണ്. അതായത് ഒരുപാട് പേര് പല ആപ്ലിക്കേഷൻസിലായിട്ട് ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഫോട്ടോഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് ഒരു മൾട്ടി ടാലൻറ്റഡ് ആപ്ലിക്കേഷനാണ്. എഡിറ്റ് ചെയ്യാനും മറ്റു മാനിപ്പുലേഷനും ഓൾട്രേഷനും അതുപോലെ തന്നെ ഡ്രോയിങ് ചെയ്യാനും വേണമെങ്കിൽ ചെറിയ ചെറിയ ആനിമേഷൻ ചെയ്യാനും ഒക്കെ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്യാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയർ പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റേതെങ്കിലും ഫോണിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനിലോ ടാബ്ലറ്റ്സിലോ ഐപാഡിലൊക്കെ വരയ്ക്കുന്നവരായിരിക്കും. പ്രോക്രിയേറ്റിൽ വരയ്ക്കുന്നവരുണ്ടാവും, ഓട്ടോഡെസ്ക് സ്കെച്ച്ബുക്കിലോ അല്ലെങ്കിൽ അഡോബ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഡിസൈൻ പോലുള്ള ആപ്ലിക്കേഷനിലൊക്കെ വരയ്ക്കുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സോഫ്റ്റ്വെയറിലേക്ക് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അത് യൂസ്ഫുൾ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമ്മൾ ഫോട്ടോഷോപ്പിൽ നന്നായിട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിൻ്റെ ബേസിക് മുതൽ, ഇപ്പോൾ ഒരു ഡ്രോയിങ് ചെയ്യുമ്പോൾ കുറച്ച് ബേസിക്സ് അറിയണം. അതിൻ്റെ ബ്രഷസ്, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ ഇറേസ് ചെയ്യാം, എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം, എങ്ങനെയൊക്കെ കോപ്പി ചെയ്യാം, ടെക്നിക്സ്, അതുപോലെ ബ്ലെൻഡിങ് മോഡുകൾ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഈ പേരുകൾ മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഈ ഒരു സീരീസിൻ്റെ എല്ലാ എപ്പിസോഡും കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു ഉറപ്പ് ഞാൻ 100% തരാം. നിങ്ങൾ ഈ ഒരു സീരീസ് അല്ലെങ്കിൽ ഈ പോർട്രേറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൽ ആർട്ട് വരയ്ക്കുന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ പോർട്രേറ്റ് വരയ്ക്കുന്ന ഈ എപ്പിസോഡ്സ് മൊത്തം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് പിന്നാലെ നമ്മൾ ഇനിയും സീരീസ് വരുന്നുണ്ട്. ആർട്ട് സീരീസായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ പോർട്രേറ്റ് വിത്ത് ഫോട്ടോഷോപ്പ് എന്നാണ് സീരീസിൻ്റെ പേര്. അപ്പോൾ
അപ്പോൾ മറ്റ് യൂട്യൂബ് ചാനലുകളോ അല്ലെങ്കിൽ മറ്റ് വീഡിയോസ് പോലെ ടൈം ലാപ്സോ കാര്യങ്ങളൊന്നുമല്ല, ഫുൾ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് വരയ്ക്കുന്നവരാണെങ്കിലും ഈ ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് വരും. കാരണം ഫോട്ടോഷോപ്പ് എന്ന് പറയുന്ന ഒരു മൾട്ടി ടാലൻ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോഷോപ്പ് ഇനിയും ഭാവിയിൽ യൂസ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവിധ സപ്പോർട്ടും വേണം. താങ്ക് യു സോ മച്ച്.